ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂപ്പർ മോം സീരീസ് നിന്ന് ഫെബിയാണ്. അപ്പോൾ ഇന്നത്തേത് വീണ്ടും ഒരു ക്രോക്കറി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനാണ് എനിക്ക് കൂടുതലും വ്യൂവേഴ്സ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും മറ്റുള്ള വീഡിയോസും കൂടി ഇതിനിടയിലൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ടുള്ളത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ക്രോക്കറി ഐറ്റംസ് ഞാൻ നാട്ടിലേക്ക് ഓൾറെഡി അയച്ചു കഴിഞ്ഞ ഐറ്റംസാണ്. അപ്പോൾ അതിൻ്റെ ഓരോ സാമ്പിൾസ് ഇവിടെ വെച്ചിട്ട് അത് വെച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. മാഷാഅല്ലാഹ്, ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം എനിക്ക് റെസ്പോൺസ് കിട്ടും എന്നുള്ളത്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക. അപ്പം അതിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. പോസിറ്റീവ്സ് ആയാലും നെഗറ്റീവ്സ് ആയാലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാട്ടിൽ അയച്ച സ്റ്റോക്കിൻ്റെ കുറച്ച് സാമ്പിൾസാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. നല്ല ബൾക്കായിട്ട് സാധനങ്ങൾ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ അയച്ചിട്ട് ഏകദേശം ഒരു 10 ഡേയ്സിനടുത്തായി. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം അങ്ങനെ ആകുമ്പോൾ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആ ഒരു ഇതിൽ ഞാനിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഓർഡേഴ്സിനെല്ലാം തന്നെ അഡ്വാൻസ് മാത്രമേ വാങ്ങുള്ളൂ. നാട്ടിൽ സാധനം എത്തിയതിന് ശേഷമായിരിക്കും ബാലൻസ് എമൗണ്ട് വാങ്ങുന്നില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതായത് ഫുഡ് സ്റ്റീമർ. ലൈഫ് സ്മൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ UAE ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലുള്ള സൈറ്റ്സ് ആമസോൺ ന്യൂണിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ റിവ്യൂ കാണാം. മാത്രമല്ല ഞാനിത് മുൻപ് കുറേ പേർക്ക് നാട്ടിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻസിൽ എഴുതാം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഇതാ ഞാൻ കാണിക്കുന്നത് സ്റ്റീമറാണ്. സ്റ്റീമറിൽ 3 കളേഴ്സാണ് വരുന്നത്. ഒന്ന് ഡാർക്ക് ബ്ലാക്ക് ആണ്, ഒന്ന് വെരി ഡാർക്ക് പേർപ്പിളാണ്, പിന്നെ ഒരെണ്ണം വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ കളറാണ്. ഈ പേർപ്പിൾ എന്ന് പറയുന്ന കളറും ഓൾമോസ്റ്റ് പിന്നെ ഡാർക്ക് ബ്ലാക്കിനോട് അടുപ്പിച്ചിട്ടുള്ള കളറാണ് കേട്ടോ. രണ്ടും ഏകദേശം കാണുമ്പം ഒന്ന് തന്നെയാണ്. വളരെ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ മാത്രമേ അത് പേർപ്പിളാണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രേ, ഇങ്ങനെ 3 കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് പിന്നെ ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഉണ്ട് അതിന്. കാരണം ഞാനിവിടുന്ന് സാധനങ്ങൾ അയക്കുന്നു, അവിടുന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനൊരു ഒരു സ്റ്റാഫിനോട് വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും ഈ കളേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കായിട്ട് അയക്കൽ. അപ്പോൾ ഈ സ്റ്റീമർ 3ഉം ഈ വന്ന 3ഉം നല്ല കളേഴ്സാണ്. അപ്പോൾ അതിൽ ഏതാണോ അവൈലബിൾ അതായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഞാൻ വാട്സപ്പിലൂടെ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. ഇവിടെ ഒരു കാരണവശാലും ഷെയർ ചെയ്യാൻ പറ്റില്ല. അതിന് ചെറിയ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് എന്നല്ല, ഇതിൽ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ലിങ്ക്. അവിടെ വന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പം വാങ്ങണം താല്പര്യപ്പെടുന്നവരെന്തായാലും വന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ സൈസ്, ഇത് മാർക്കറ്റിൽ 3 സൈസസിലാണ് വരുന്നത്. ഒന്ന് സ്മോൾ സൈസ്, പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ ലാർജാണ്. അപ്പോൾ ഇതിലെനിക്ക് നന്നായിട്ട് തോന്നിയത്, ഞാൻ എല്ലാ സൈസസും എടുത്തു കൊടുത്തിട്ടുണ്ട് മുൻപ് പലർക്കുമായിട്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സൈസ് എന്ന് പറയുന്നത് ഈ ഒരു മീഡിയം സൈസാണ്. ഇതിനെ കൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ താഴത്തെ പോർഷൻ അത്യാവശ്യം സൈസുള്ളൊരു പോട്ടായിട്ട് യൂസ് ചെയ്യാം. മുകളിലാണ് സ്റ്റീമർ വരുന്നത്. അപ്പോൾ ഈ ഒരു മീഡിയം സൈസ് ഒരു നോർമൽ ഫാമിലിക്ക് പറ്റിയൊരു സൈസാണ്. സ്മോൾ എന്ന് പറയുമ്പോൾ വളരെ സ്മോളാണ്. പിന്നെ ലാർജ് സൈസ് എന്ന് പറയുന്നത് ഭയങ്കര സൈസുമാണ്. അപ്പോൾ സ്പേസൊക്കെ നമുക്ക് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ അതായത് സ്റ്റോറേജിൻ്റെ ആവശ്യത്തിനായാലും എല്ലാം വെക്കാനെല്ലാം ഈസി ഈ ഒരു സൈസാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസ് ചൂസ് ചെയ്തത്. ബാക്കി 2 സൈസസും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മീഡിയം സൈസ് ഈ ഒരു ലെവലിലാണ് വരുന്നത്. പോട്ടിന് 2 ലെയറിലായിട്ട്, താഴെ പോട്ടാണ്, മുകളിൽ സ്റ്റീമറിൻ്റെ പോർഷനാണ്. ഒരു ഗ്ലാസ് ലിഡാണ് വരുന്നത്. പിന്നെ ഗ്രാനൈറ്റ് കോട്ടിങ്ങോടുകൂടിയാണ് ഈ ഒരു പോട്ട് വരുന്നത്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. അടിയിൽ ഇൻഡക്ഷൻ ബേസ് ഉണ്ട്. പിന്നെ സിലിക്കൺ ഹാൻഡിൽ ഹീറ്റ് റെസിസ്റ്റൻ്റ്
ആയിട്ടുള്ള ഹാൻഡിലാണ്. മുകളിലത്തെ ഹാൻഡിലും അതുപോലെ 2 സൈഡിലുള്ള ഹാൻഡിലെല്ലാം തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്കിതിനെ കൊണ്ട് ഉള്ളൊരു യൂസ്, അതായത് 2 in 1 ആണ്. അതായത് സ്റ്റീമറായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ഒരു കുക്കിംഗ് പോട്ടായിട്ടും യൂസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നമുക്ക് റൈസൊക്കെ വെക്കാനും ദം ചെയ്യാനും എല്ലാം ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ഭംഗിയുമാണ് കാണാൻ. ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നല്ല രസമുള്ളൊരു ഡിസൈനുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 കളേഴ്സിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത കളറ്, ഗ്രേ കളർ. ഇതും നല്ലൊരു കളറാണ്. അപ്പോൾ ഓരോ കാർട്ടണിൽ നമുക്ക് 4 പീസസ് വെച്ചിട്ടാണ് ഓരോ കളേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇന്ന കളറ് നിങ്ങൾക്ക് കളർ ഓപ്ഷൻ തരാം, പക്ഷേ ഏതാണോ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് തരാൻ പറ്റും. മേ ബി നിങ്ങൾ പറഞ്ഞ കളർ തന്നെ തരാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഉള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരാണ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് കോൺടാക്റ്റ് ചെയ്യുക. സ്റ്റീമറും പോട്ടും തമ്മിൽ ജോയിൻ്റ് ആകുന്ന ഭാഗത്തൊരു റബ്ബർ ടൈപ്പ് സംഭവമുണ്ട്. അത് നമുക്ക് നമ്മുടെ കുക്കറിലൊക്കെ സാധാരണ വരുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് റബ്ബറാണ്. അത് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോർഷൻ, അതായത് സ്റ്റീമറും കുക്കിംഗ് പോട്ടും തമ്മിലുള്ള ഗ്യാപ്പിലൂടെ എയർ പുറത്ത് പോകുന്ന പ്രശ്നമൊന്നും വരില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് സ്റ്റീമൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. പറയാനുള്ളത് ഡിഷ് വാഷ് സേഫ് അല്ല, കാരണം ഇതിൽ ബേസ് വരുന്നത് അലൂമിനിയം ആണ്. അതുകൊണ്ട് ഡിഷ് വാഷറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 26 cm ആണ് ഇതിൻ്റെ റൗണ്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലിറ്റേഴ്സ് പറയുകയാണെങ്കിൽ 10 liters ആണ് ഇതിൻ്റെ വോളിയം വരുന്നത് കേട്ടോ. അപ്പം ഇതാ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിതാ ഒരു ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്യാം. ഈ ഒരു 3 കളേഴ്സ് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ മുൻപ് ഈ ഒരു സ്റ്റീമറിൻ്റെ റിവ്യൂ എൻ്റെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനിപ്പോഴും എനിക്ക് എൻക്വയറി വരാറുണ്ട്, പലരും ചോദിച്ച് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വന്ന് വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. അടുത്തത് ഞാനിത് ബാക്കിയുള്ള ഐറ്റംസ് ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂടെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് അബുദാബിയിലുള്ളൊരു ടീം എനിക്ക് അയച്ചതാണ് ഈ ഒരു ബെഡിങ് സെറ്റ്. അതായത് ബെഡ്ഷീറ്റും പിന്നെ 2 പില്ലോ കവർ, 2 കുഷ്യൻ കവറും കൂടിയിട്ടുള്ളൊരു സെറ്റ്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. കിങ് സൈസിലാണ് അവർ എനിക്ക് അയച്ചു തന്നത്. ഇത് തുർക്കിഷ് കോട്ടണിലാണ് വരുന്നത്. അവർ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഐറ്റമാണ്. പിന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്ന കളറിൽ വേണം, ഇന്ന പ്രിൻറ്റിൽ വേണം, അതായത് അവർ ചോയ്സസ് തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങളുടെ ബെഡിൻ്റെ സൈസിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അവർ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ നല്ല കംഫർട്ടബിളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലോത്ത് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് കേട്ടോ, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ അവർക്ക് നാട്ടിലേക്കും എല്ലാം ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാനിത് ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാം. വാട്സപ്പും ഇൻസ്റ്റഗ്രാം ലിങ്കും എല്ലാം ഷെയർ ചെയ്യാം. അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചോയ്സസ് കാണിച്ചു തരുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബെഡ് സൈസ് ഏതായിരുന്നാലും അവർ അതിനനുസരിച്ച് ചെയ്തു തരും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഫിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് അവരെനിക്ക് അയച്ചു തന്നത്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും അവരെ പോയിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കട്ടോ. ഫാബ്ലോ ബെഡിങ് ഡിസൈൻസ് എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. ഇതാണ് ആ ഒരു പേജ്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്തത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സെറ്റിൽ 3 സൈസസിലുള്ള പോട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഫുൾ സെറ്റിൽ 2 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് കളർ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പക്ഷേ അതിൻ്റെ ഹാൻഡിലിൻ്റെ കളർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഒന്ന് സിൽവറാണ്, ഒന്ന് ഒരു ഗോൾഡൻ ആണ്. രണ്ടും നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനുമാണ്. അതായത് ആ ഒരു പ്രോഡക്റ്റ് ഓവറോൾ കാണാൻ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതായത് അടി കട്ടിയുള്ള പിന്നെ കൈൻഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്ക് പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പം നല്ല കംഫർട്ടബിളാണ്. അടി പിടിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല.
പിന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുമാണ്. നമുക്ക് നാട്ടിലൊക്കെ കുക്കിംഗ് പോട്ട് ഇത് കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം ആലോചിച്ച് ഇതുപോലെ അയക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും എപ്പോഴും ഗൾഫിലെ പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പം എന്തായാലും കാര്യമാണ്, പക്ഷെ അത് തന്നെ നമുക്ക് നല്ലപോലെ നോക്കിയെടുക്കണം കേട്ടോ. ഗൾഫിലെ പ്രോഡക്റ്റ്സ് ആയാലും ചീപ്പർ ക്വാളിറ്റീസും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ നോക്കി ചൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലത് കിട്ടുള്ളൂ. അത് വെറുതെ പോയി ഒരു അതിൻ്റെ ഭംഗി കണ്ടെടുക്കാമെന്ന് വെച്ചാൽ പിന്നെ ഫ്ലോപ്പ് ആവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അൽഹംദുലില്ലാ നല്ലതായിട്ട് തോന്നി. മാത്രമല്ല പിന്നെ ഇതിൽ 3 സൈസസ് വരുന്നുണ്ട്. അതിൽ സ്റ്റാർട്ടിങ് സൈസ് പിന്നെ ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൈസ്, പക്ഷേ അതിൽ വലിയ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പോട്ടാണ്. അപ്പം ഞാൻ നാട്ടിൽ പിന്നെ എൻ്റെ കയ്യിൽ വലിയ പോട്ടിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ ഒരെണ്ണം കൊണ്ടുപോയത്, പക്ഷേ അതിനേക്കാളും സൈസുള്ളൊരു പോട്ടാണ് എനിക്കിപ്പം ഈ ഒരു സെറ്റിൽ കാണാൻ പറ്റിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ സൈസസും. ഇതിലുള്ളത് എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റത്തെ 2 സൈസ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ബിരിയാണിയും ഒരു ബിരിയാണി മസാലയെല്ലാം ആക്കിയിട്ട് യൂസ് ചെയ്യാൻ, അതായത് നമ്മുടെ നിത്യ ആവശ്യത്തിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയൊരു കൈൻഡ് ഓഫ് പോട്ടാണ് ആദ്യത്തെ 2 സൈസ്. അതായത് സ്റ്റാർട്ടിങ് സൈസ്, മിഡിലുള്ള സൈസ്. വലിയ സൈസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ പാർട്ടിയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വലിയ സൈസാണ്. അപ്പോൾ ഇങ്ങനൊരു 3 സൈസ് നിർബന്ധമായിട്ടൊരു വീട്ടിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അങ്ങനെയാണ് അത് അൽഹംദുലില്ലാ നാട്ടിലേക്ക് ബൾക്ക് സ്റ്റോക്ക് അയച്ചത്. ഇത് സിംഗിൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, കറൻ്റ്ലി ഇല്ല എന്തായാലും. കാരണം നമ്മളിപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ സെറ്റ് തന്നെ എടുക്കേണ്ടി വരും, വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. പിന്നെ വെച്ചാൽ ഇതും വരുന്നത് ലൈഫ് സ്മൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ്. അപ്പം ഈ UAE സെല് ചെയ്യുന്ന ആ പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് നാട്ടിലേക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഒരു എക്സ്ട്രാ വരുന്നുള്ളൂ. പിന്നെ ബാക്കി എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് സേവിങ് ആണ്. കാരണം ഇവിടെ UAE നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഈ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മളുടെ ഇതിൽ കുറച്ചൊരു ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതുകൊണ്ട് ആ ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പം എന്താ ഇനായ എനിക്ക് ഹെൽപ്പിനായിട്ട് കൂടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ പിന്നെ ഈ ഒരു പോട്ടിന് മാത്രമേ ഹാൻഡിലുള്ളൂ. അതിൻ്റെ ഒരു പിന്നെ ബോക്സ് പാക്ക് ചെയ്തത് ആ ഒരു രീതിയിലാണ്. 2 നമ്മൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. അത് സെപ്പറേറ്റ് ചെയ്താൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്വന്തം തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് 2 കളേഴ്സ് സ്റ്റീൽ ഹാൻഡിൽ വരുന്നത്. ഒന്ന് ഗോൾഡൻ ആണ്, ഒന്ന് സിൽവർ ആണ്. സൈസസ് കണ്ടില്ലേ, ഒരു സ്റ്റാർട്ടിങ് സൈസിലുള്ളത് അത്യാവശ്യം നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സൈസാണ്. പിന്നെ വരുന്നത് ഒരു മീഡിയം സൈസ്, പിന്നെ ഒരു ബിഗ് സൈസാണ്. ആ ബിഗ് സൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരില്ല, എന്നിരുന്നാലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സൈസാണത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റും ആവശ്യമുള്ളവർ വന്ന് കോൺടാക്ട് ചെയ്യുക. പ്രൈസ് ഇവിടെ പറയുന്നില്ല, പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാ നേരിട്ട് വന്ന് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. പ്രൈസ് ഇവിടെ ഏതൊരു പ്രോഡക്റ്റിൻ്റെ ആയാലും, അതായത് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്ന എൻ്റെ എല്ലാ വീഡിയോസിലും ഷെയർ ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഏതായിരുന്നാലും ഞാൻ റിവ്യൂ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ പ്രൈസ് പറയൽ എനിക്ക് പ്രാക്ടിക്കലല്ല. കാരണം പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കമൻസും കാര്യങ്ങളും വരും. എന്നിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാനേ പിന്നെ എനിക്ക് ടൈം ഉണ്ടാവുള്ളൂ. പക്ഷേ ഷോറൂമിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും അതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാത്രമേ കാണിക്കാതെ ഉള്ളൂ കേട്ടോ. അപ്പം വേണ്ടവർ വന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇൻഷാ അല്ലാ. ഈ ബിഗ് സൈസ് പോട്ടിൻ്റെത് അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ. മാത്രമല്ല നല്ല അടികട്ടിയുള്ള ഐറ്റമാണ്. കാണാൻ നല്ല ഭംഗിയില്ല കാണാൻ. ഗോൾഡനും സിൽവറും ഒന്നിനൊന്ന് മെച്ചാണ്. ഇതിൻ്റെ നേരെ താഴത്തെ സൈസാണിത്. ഇതാണ് 3ാമത്തെ സൈസ്. നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു സൈസാണിത്. ഇതിലുള്ള ചെറിയ പോട്ടിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഇത് വരുന്നത് 24 സെൻറ്റിമീറ്റർ ആണ്, 5.7 ലിറ്റേഴ്സാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് പോട്ടാണെങ്കിൽ 28 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്, 9.7 ലിറ്റേഴ്സാണ് വരുന്നത്. 3ാമത്തെ പോട്ട് 34 സെൻറ്റിമീറ്റർ ആണ്, 15 ലിറ്ററാണ് വരുന്നത്. അപ്പോൾ ഈ 15 ലിറ്ററിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ
ഒരു 3.5 to 4 kg റൈസൊക്കെ നമുക്ക് വെക്കാം ഈ 15 ലിറ്ററിൻ്റെയിൽ. പിന്നെ 10-ൻ്റെ സ്റ്റാർട്ടിങ് സൈസ്, അതായത് ആ സ്മോൾ സൈസിലുള്ളത് അതിൽ 1 kg വെക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റേ 10 ലിറ്റേഴ്സ്, അതായത് രണ്ടാമത്തെ മിഡിൽ സൈസിൽ 2 kg റൈസ് വെക്കാൻ പറ്റും. അതായത് ബിഗ് സൈസിലാണെങ്കിൽ 3.5 kg. എൻ്റെ ഒരു കണക്ക് പ്രകാരം അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഇതിൽ വേറെ അഭിപ്രായം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് കൂടി നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് 2 കളേഴ്സിലാണ് വരുന്നത്. ഇതും ഒരു ഫുൾ സെറ്റാണ്. ടോട്ടൽ 6 ഐറ്റംസ് വരുന്നൊരു സെറ്റാണ്. ഈ ഒരു കൈൻഡ് ഓഫ് ഐറ്റംസ്, അതായത് ഈ ഒരു ഡിസൈനിലുള്ള ഐറ്റംസ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് ആണ് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും വരുന്നുണ്ട്, പല കമ്പനീസും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും ലൈഫ് സ്മൈൽ ബ്രാൻഡാണ്. പിന്നെ ലൈഫ് സ്മൈലിൻ്റെ പ്രത്യേകത ഇവരുടെ പാക്കിങ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സേഫായിട്ട് നാട്ടിൽ എത്തിക്കാൻ പറ്റും. ഇതിനകത്ത് കണ്ടില്ലേ, ഇതിപ്പം ഈ ഒരു ബോക്സിലുള്ള ഐറ്റംസ് ഇതായി ഇതുപോലെ എല്ലാം ഓരോ ബോക്സസ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്തും അവർ പിന്നെ കവറിങ് ഉണ്ട്, അതായത് റാപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല സേഫ് പാക്കിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് ഡാമേജ് ആവുമെന്നുള്ളൊരു ടെൻഷൻ വേണ്ട, എല്ലാം നല്ല സേഫ് പാക്കിംഗ് ആണ്. ഇവരുടെ എല്ലാ പ്രോഡക്റ്റും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല സേഫ് പാക്കിംഗ് ആണ്. ഈ കുക്കിംഗ് പോട്ട് സെറ്റ് 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലാക്ക് ഷൈൻ, പിന്നെ ഒരെണ്ണം ഗ്രീൻ ഷൈൻ എന്ന് പറഞ്ഞിട്ട് 2 കളേഴ്സ്. ബ്ലാക്കിനോട് അടുപ്പിച്ചുള്ളൊരു കളർ തന്നെയാണ് ഈ രണ്ടാമത് പറഞ്ഞ ഈ ഗ്രീൻ ഷൈൻ എന്ന് പറഞ്ഞ കളർ. അപ്പോൾ ബ്ലാക്കിൽ വരുന്നത് ഇതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കാണുമ്പം. അപ്പോൾ ഇതിൽ വരുന്നത് 4 കുക്കിംഗ് പോട്ടാണ്. അതിൻ്റെ കൂടെ ഒരു ഷാലോ പോട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ഡബിൾ സൈഡ് ഗ്രിൽ പാനും വരുന്നുണ്ട്. അപ്പം ടോട്ടലി 6 ഐറ്റംസ് ആണ് വരുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ഐറ്റംസ് എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട് കേട്ടോ. ഡാന്യൂബിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് തന്നെ, അതായത് ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ സെയിം കൈൻഡ് തന്നെ, ഹാൻഡിലൊക്കെ ഈ സെയിം ആണ് വരുന്നത്. പിന്നെ അതിന് എൻ്റെ അടുത്തുള്ളതിന് ഹാൻഡിൽ ഇതുപോലെ സിലിക്കോൺ സംഭവങ്ങളൊന്നുമില്ല. അത് മാത്രം അതിൻ്റെ ഒരു പോരായ്മ. പക്ഷേ ഉള്ളിൽ നല്ല, അതായത് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഗ്രാനൈറ്റ് കോട്ടിങ്ങോടെ തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഐറ്റംസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പിന്നെ പ്രോഡക്റ്റുമാണ്, അതായത് സ്റ്റിക്കിങ്ങേ ഇല്ല. റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ കണ്ടില്ല, ഈ മുകളിലത്തെ ഹാൻഡിലിനും ഈ സൈഡിലുള്ളതിനും എല്ലാം എക്സ്ട്രാ ഇത് സൈഡിലുള്ളതിന് സിലിക്കൺ വരുന്നുണ്ട്, മുകളിലത്തെ ഹാൻഡിലും സിലിക്കൺ ഉണ്ട്. അതുപോലെ ലിഡിന് ചുറ്റുമായിട്ട് അവിടെയും സിലിക്കൺ ൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് റൗണ്ടായിട്ട്. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്പോട്ട് ഇതാണ്. അതിൻ്റെ സെക്കൻഡ് സൈസാണ് അത് കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എത്ര ലിറ്റേഴ്സ് ആണെന്നുള്ളതും കൂടി ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്ത പിക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ സൈസും ലിറ്റേഴ്സും എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ഷാലോ പോട്ട് നമുക്ക് പോള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ 2 വരുന്നത് കറിക്കൊക്കെ പാകത്തിനുള്ള 2 കുക്കിംഗ് പോട്ട്സാണ്. പിന്നെ 2 വലിയ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ബിരിയാണി പിന്നെ മസാല ഇതിന് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഗീ റൈസിനും മസാലയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സൈസ്. ഒരു ഫാമിലിക്ക് പറ്റിയ പോലത്തെ ഒരു സൈസസാണ്, നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു സൈസാണ്. പിന്നെ ഈ ഗ്രിൽ പാനിൻ്റെ യൂസേജ് പറയാതെ വയ്യ, ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ അടുത്തുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഐറ്റംസ് ഈവണായിട്ട് കുക്കാവുന്ന രീതിയിൽ, അധികം ഓയിലില്ലാത്ത രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡബിൾ സൈഡഡ് പാനാണ്. പിന്നെ ഇത് പാക്ക് നമ്മൾ ബോക്സിൽ നിന്ന് തുറന്നു കഴിഞ്ഞ പാട് ഈ ഒരു ലെവലിലാണ് ഉണ്ടാവുക.
പിന്നെ അതായത് റബ്ബറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങൾ കാണുന്നുണ്ട്, ഒരു കവറിങ് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിലിക്കോൺ ഹാൻഡിൽസ് ഇതിനകത്ത് ഒരു പാക്കറ്റിലായിട്ടാണ് വരുന്നത്. നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അത് സ്ഥിരം അവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പാക്കിങ്ങിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഡബിൾ സൈഡഡ് പാൻ ഉണ്ടല്ലോ, അതിനിവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. നമുക്കത് രണ്ട് സൈഡിലും, അതായത് ഒരു സൈഡ് ഇപ്പം ഫിഷൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡിൽ വെച്ചിട്ട് നേരെ ഉൾട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡ്, അതായത് മറിച്ചിട്ട് കൊടുക്കേണ്ടൊന്നും ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിൽ ഒരു റബ്ബർ വരുന്നുണ്ട് കേട്ടോ, ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിലും അതിൻ്റെ മുകളിലത്തെ പോർഷനിൽ മാത്രം. അപ്പോൾ അത് എക്സ്ട്രാ ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ലൈഫ് സ്മൈലിൻ്റെ എല്ലാ ഈ ഒരു പിന്നെ ഇപ്പം ഇന്ന് ഞാൻ കാണിച്ച എല്ലാ പ്രോഡക്റ്റ്സും തന്നെ 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ വാറണ്ടി എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ ഇനിയിപ്പം പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ വരുന്നവർ ഈ ഒരു കാർഡും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ എന്താ അതിനുള്ള ഓപ്ഷൻസ് തരുന്നതായിരിക്കും. അതായത് ഗ്യാരണ്ടി വാറണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ നാട്ടിലേക്ക് അയക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ചിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ ബ്ലാക്ക് കളറിൽ വരുന്നത് ഫുൾ സെറ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കോൺടാക്റ്റ് ചെയ്യുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതും. ഇപ്പോൾ അൺബോക്സ് ചെയ്ത സമയത്ത് ഞാൻ മാറ്റി വെച്ചതാണ് ഈ ഐറ്റംസ് എല്ലാം. അതായത് ലിഡിന് ചുറ്റുള്ള ആ ഒരു റബ്ബർ സിലിക്കൺ റൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ആ ഒരു ക്ലോത്തിങ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിലിക്കൺ ഹാൻഡിൽസ് അതും സെപ്പറേറ്റ് ഒരു പാക്കറ്റിലായിരുന്നു ഉണ്ടായത്. അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്കത് അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം, കാരണം നിങ്ങൾ ബോക്സിനകത്ത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഇതാണ് അതിൻ്റെ യൂസ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഡീറ്റെയിൽസും കൂടി ഞാനിത് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ചെക്ക് ചെയ്യാം. ഓരോ പോട്ടിൻ്റെ സൈസും എല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ, ഗ്രീൻ ഷൈൻ എന്ന് പറഞ്ഞ കളറ്. അത് കാണുമ്പോൾ ഏകദേശം ബ്ലാക്കിനോട് അടുപ്പിച്ചിട്ടുള്ള കളർ തന്നെയാണ്. അപ്പം നിങ്ങൾ സാധനം വന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പറയാം. ഫസ്റ്റ് വരുന്നവർക്കായിട്ട് ഓരോന്നും പിന്നെ ആ പറഞ്ഞ കളർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നീട് ഇനിയിപ്പോൾ അത് സ്റ്റോക്കില്ല എന്നുണ്ടെങ്കിൽ ഏതാണോ സ്റ്റോക്കുള്ളത് അതായിരിക്കും അയക്കുന്നുണ്ടാകുക. അത് എല്ലാ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലും ആ ഒരു രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇവിടെ ഇരുന്നും കൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യൽ നല്ല മെനക്കെടലാണ് നാട്ടിൽ അയച്ചതിന് ശേഷം. അതുകൊണ്ടാണ് ഈ ഒരു രീതി. ഇനിയിപ്പം ഇൻഷാല്ലാ നാട്ടിലിതിപ്പം നമ്മളിപ്പം വൈഡാക്കി അത്യാവശ്യം നല്ലോണം സ്റ്റോക്കെല്ലാം ചെയ്ത് സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനുള്ള കളേഴ്സ് എല്ലാം തന്നെ തരാനും എല്ലാം പറ്റും. പക്ഷേ ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കേസിൽ എനിക്ക് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ, വേറെ വഴിയില്ല. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു വേറെ തന്നെ ഒരു 2-3 പ്രോഡക്ട്സും കൂടി അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല അൽഹംദുലില്ലാ UK എന്നുള്ളൊരു ക്ലയൻറ്റ് അവരുടെ ഫുൾ പിന്നെ ഐറ്റംസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കിച്ചൺ, അതുപോലെ ഡൈനിങ് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാം, പിന്നെ ഡെക്കോർ, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എന്നോട് പറഞ്ഞിട്ട് ഞാൻ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 2-3 days ആയിട്ട് ഞാൻ ഫുൾ കളക്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഷെയർ ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്പെടും. കാരണം അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ആളും എൻ്റെ അടുത്ത് വന്ന് കോൺടാക്റ്റ് ചെയ്തത്. ഇങ്ങനെ എനിക്ക് ഇത്രയും ഐറ്റംസ് വേണ്ടി ഉണ്ടായിരുന്നു, ലിസ്റ്റൊക്കെ തന്നത്. അപ്പോൾ അതും എന്തായാലും ഇൻഷാല്ലാ ഷെയർ ചെയ്യാം. അതിൽ കൂടുതൽ പുതിയ പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ഷോറൂമിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ കൂടുതലും ഓൺലൈനിലും ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രോഡക്ട്സും വെച്ചൊരു വീഡിയോ അതും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഷൈൻ എന്ന് പറഞ്ഞ ഈ ഒരു കുക്ക് വെയർ സെറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. കാരണം നേരത്തെ കാണിച്ച ബ്ലാക്കിൻ്റെ സെയിം സെറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. ആകെ ആ ഒരു കളറിൽ മാത്രം ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ കളർ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം അതിലുള്ള ഗ്രിൽ പാൻ ഇതാണ്. ബ്ലാക്കിനോട് അടുപ്പിച്ചിട്ടുള്ളൊരു കളറാണ് ഗ്രീൻ ഷൈൻ വരുന്നത്. ഗ്രീനും അല്ല ബ്ലാക്കും അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. അപ്പം ഇത് നല്ല ഭംഗിയുള്ള കളറാണ്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു കളറാണ്. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമായത്, പേഴ്സണലി ഇഷ്ടമായത് ബ്ലാക്കാണ്. അപ്പം ഇത് ഞാൻ ഫുൾ തുറക്കുന്നില്ല, കാരണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ബോക്സ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് തന്നെയാണ്.
പിന്നെ ഇത് തന്നെ ഞാൻ സെക്കൻഡ് ഡേ ആണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം മറ്റതെല്ലാം എടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് 2 മാത്രമേ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഇതിലിപ്പോൾ ഏത് പ്രോഡക്റ്റ് ആയാലും നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക. പിന്നെ എല്ലാം ഇൻഷാ അല്ലാ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നാട്ടിലെത്തും. എത്തിയ ഉടനെ ഞാൻ പറയും, നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് മാറ്റിയിട്ട് പിന്നെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. പക്ഷെ അതേ സാധനം ഏകദേശം എത്താറാവുമ്പം മാത്രമാണ് ഞാൻ ആ ഒരു അപ്ഡേഷൻ തരുള്ളൂ. അതിന് മുൻപ് നിങ്ങൾ വേണ്ടത് ചെറിയൊരു അഡ്വാൻസ് മാത്രം ഇപ്പോൾ ചെയ്യാം. എന്നിട്ട് സാധനം ബുക്ക് ചെയ്ത് വെക്കാം. ടോട്ടൽ ബാലൻസ് എമൗണ്ട് പിന്നീട് സാധനം നാട്ടിലെത്തിയതിന് ശേഷം മാത്രമേ ഞാൻ കളക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അത്രയും ടൈം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. പിന്നൊരു കാര്യം, ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു കുക്കിംഗ് ചാനലായിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് എനിക്ക് കുക്കിംഗ് വീഡിയോസൊന്നും ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ അൽഹംദുലില്ലാ നല്ല ആക്റ്റീവാണ് ഇൻസ്റ്റഗ്രാമിൽ. അവിടെ അത്യാവശ്യം കുക്കിംഗ് വീഡിയോസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. വ്ളോഗ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റീൽസും എല്ലാം ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത് അവിടെയും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അവിടെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ അവർക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്നിട്ട് എന്നെ ഫോളോ ചെയ്യാം. എന്നിരുന്നാലും ഞാൻ യൂട്യൂബിലും എനിക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടയ്ക്കെല്ലാം ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നേയില്ല. ഇനിയും അൽഹംദുലില്ലാ നമുക്ക് വേറെയും പല പദ്ധതികളുമുണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം വഴിയെ എന്തായാലും ഞാനിവിടെ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ ഗ്രീൻ ഷൈൻ കളർ ഇതാണ്. ഇത് നല്ല ഭംഗിയുള്ള കളറാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് പ്ലീസ്. പിന്നെ ഇൻഷാ അല്ലാ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.